ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റൊക്കെ വന്ന് ഇനി അടുത്ത് എന്താണ്, ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് LPയുടെ ഇൻ്റർവ്യൂ ഫുൾ കംപ്ലീറ്റ് ആയി. അതിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ കോൺഫിഡൻസ് ആണ് നമ്മുടെ ഇൻ്റർവ്യൂവിനെ ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നമ്മളടുത്ത് ചോദിക്കുക, കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്തുകൊണ്ട് അധ്യാപനം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് LP ടീച്ചറായത്, എന്തുകൊണ്ട് നിങ്ങൾ BEd എടുത്തില്ല, DLEd എടുത്തു എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ആ സമയത്ത് നമുക്കൊരു ആൻസർ പറയണമെങ്കിൽ എന്തായാലും നമുക്ക് എന്തറിഞ്ഞിട്ടുണ്ടായിരിക്കണം, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ആൻസർ പറയാം. നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ആൻസർ എന്നെയാണ് പറയുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ടൊരു ആൾ പറയുവാണ്, അതങ്ങ് കേൾക്കും. നമ്മൾ ഈ പറയുന്ന ആൾക്കാർ പറയുന്ന എല്ലാം കേട്ടിരുന്നിട്ട് അത് ഓർത്ത് അത് പിന്നെ വിശകലനം ചെയ്തിട്ടൊന്നും അല്ല മാർക്കിടാൻ പോകുന്നത്. നല്ല ചിരിച്ചുകൊണ്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഉത്തരം പറഞ്ഞു, ഓക്കെ മതി. എന്നാലോ കോൺഫിഡൻസ് മാത്രം മതിയോ? നന്നായിട്ട് കോൺഫിഡൻസ് ആയിട്ട് പോയിരുന്നു. കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസറൊക്കെ പറഞ്ഞിട്ടിരിക്കുക. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വരിക, എന്നാ പറഞ്ഞ ടീച്ചറെ, കേരളത്തിൽ എത്ര നദികളാണ് ഉള്ളത്? അതിൽ കിഴക്കോട്ട് ഒഴുകുന്നത് എത്രണ്ണ, പടിഞ്ഞാറോട്ട് എത്രണ്ണ? തീർന്നില്ലേ? അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് കോൺഫിഡൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു അധ്യാപികയാണല്ലേ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ വിഷയത്തിലും നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുള്ളൂ, ഞാൻ എല്ലാം കാണാതെ പഠിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതൊന്നും അങ്ങനെ അത്രയും വലിയ റിസ്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുക, നമുക്കറിയില്ല, അത് എഫക്റ്റ് ചെയ്യാൻ പോകണില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോർഡിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ക്വസ്റ്റ്യൻ എന്തോന്നായിരുന്നു, പാടുള്ളതായിരുന്നു, അതുകൊണ്ട് ആ കുട്ടിക്ക് അറിയില്ല. ഓക്കെ, അത് നമുക്ക് വിടാവുന്നതാണ്. എന്നാൽ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചു, അറിയില്ല. അത് ബോർഡിലിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കും, ഇത്രയും കുഞ്ഞായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാൻ പറ്റുന്നില്ലേ. എന്ത് വായനാ ദിനം, എൻ്റെ അടുത്ത് LPയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വായനാ ദിനം ആരുടെ എന്തുമായി ബന്ധപ്പെട്ടിട്ട് ആഘോഷിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ ചോദിക്കുക, അത് ജന്മദിനമാണോ അതാ ചരമദിനമാണോ എന്ന് ചോദിക്കുക. അതായത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് നമ്മളുടെ ചോദിക്കുക. കുട്ടികൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എങ്കിലും ഈ എൻ്റെ മുന്നിലിരിക്കുന്ന അധ്യാപികയ്ക്ക് അറിയാവോ എന്ന് എന്തായാലും അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ. നമ്മുടെ UP ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതേപോലെ LP ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിലാണ്. UPക്കാർ ഇത് പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പോകണ്ട, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴേ നോക്കി വയ്ക്കുക. ഇൻ്റർവ്യൂവിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യുക, നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നല്ല വൃത്തിയ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, ഇവയെല്ലാം കേൾക്കുക കേട്ടോ. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എത്ര വിദ്യാഭ്യാസ നയമാണ് ഉള്ളത്? 3 വിദ്യാഭ്യാസ നയങ്ങളാണ് ഉള്ളത്. അപ്പോൾ വിദ്യാഭ്യാസ നയം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരണം, 3 വിദ്യാഭ്യാസ നയം ആണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്, അതിൽ നടന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തേത് ഏതായിരുന്നു? 1968 വിദ്യാഭ്യാസ നയം. പിന്നെ 68 ഒന്ന് തിരിച്ചിട്ടാൽ മതി, എന്താ 86. അപ്പോൾ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം ഏതാണ്? 1986 വിദ്യാഭ്യാസ നയം. അപ്പോൾ ഇനിയോ 2020 വിദ്യാഭ്യാസ നയം അല്ലേ. അങ്ങനെ 3 വിദ്യാഭ്യാസ നയങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി ഇവ ഓരോന്നും നമ്മളുടെ ചോദിക്കുവാണ്, ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ട് എന്തറിയാം ഒന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാം, ഇത് ഓരോന്നും നടന്നത് ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ആദ്യത്തേത് നടന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തായിരുന്നു. അത് ഏത് കമ്മീഷന്റെ ഫലമായിട്ടാണ് വന്നത്? കോത്താരി കമ്മീഷന്റെ ഫലമായിട്ടാണ് വന്നത്. അപ്പോൾ 1968 ഇന്ദിരാഗാന്ധിയെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതേത് കമ്മീഷന്റെ ഫലമായിട്ടാണ് വന്നത്? കോത്താരി കമ്മീഷൻ. രണ്ടാമത്തത് 1968 ഒന്ന് തിരിച്ചിടുമ്പോൾ ഉള്ളത് 86 ആരുടെ കാലഘട്ടത്തിലായിരുന്നു? രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അല്ലേ. ഇനി രാജീവ് ഗാന്ധിയുടെ 86 നമ്മുടെ വിദ്യാഭ്യാസ നയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് നടന്നത് അവസാനത്തെ വിദ്യാഭ്യാസ നയം ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഏതാണ്? നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്ന 2020 പുത്തൻ വിദ്യാഭ്യാസ നയം. 2020 വിദ്യാഭ്യാസ നയമാണ് കൊണ്ടുവന്നത് ആരാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റി ആയിരുന്നു. ഇനി നോക്കിയേ, ഇനി ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡേറ്റുകൾ ഇവിടെ കാണിക്കും, ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. എല്ലാം പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകും, അത്ര വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇനി നോക്കിയേ, ഈ 1986 ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന്
അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെന്നാണ്, ഒന്നാമത്തെ ഡയറ്റ് ഫോം ചെയ്തതിന് കാരണമായിട്ടുള്ളത് 1986 വിദ്യാഭ്യാസ നയം. ഇനി നമുക്ക് സ്വന്തമായിട്ട് പറഞ്ഞൂടെ? അപ്പൊ ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ ആണ് അല്ലെ. ഇനി 10+2+3 നമ്മുടെ ഇന്ന് നടക്കുന്നത് 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, പിന്നെ +1 +2 പഠിക്കുന്നു, പിന്നെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ്. ഇത് നടപ്പിലാക്കിയതും 1986 വിദ്യാഭ്യാസ നയത്തിലൂടെയാണ്. ഇനി ഒരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. എന്താ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തിന് മാറ്റം വരുത്തുക? നമ്മുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തുക, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നത്. ആരുടെ കാലഘട്ടത്തിലായിരിക്കും? ഒന്നും കൂടെ ആലോചിച്ച് പറഞ്ഞേ. 1986 വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി. അപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടത്തിയതും രാജീവ് ഗാന്ധിയാണ്. ഇനി അടുത്ത മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഓരോ ക്ലാസ്സിലും കുട്ടി നേടേണ്ട ശേഷികളും മൂല്യങ്ങളും ഒക്കെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1ാം ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്യാൻ പഠിച്ചിരിക്കണം? എണ്ണാൻ പഠിച്ചിരിക്കണം. 2ാം ക്ലാസ്സിലെ കുട്ടിയോ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി മുൻകൂട്ടി നിശ്ചയിക്കുന്നതിനെയാണ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് നവോദയ വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നത് 1986 വിദ്യാഭ്യാസ നയത്തെ തുടർന്നാണ്. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇനി നമ്മുടെ 2020 വിദ്യാഭ്യാസ നയം എന്തായാലും ചോദിക്കും അല്ലേ. കസ്തൂരി രംഗം കമ്മിറ്റിയാണ് കൊണ്ടുവന്നത്. ഇതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിലായിരിക്കും മാനവ വിഭവശേഷി മന്ത്രാലയം അറിയപ്പെടുന്നത്. മറന്നു പോകരുത്, വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിലായിരിക്കും മാനവ വിഭവശേഷി മന്ത്രാലയം അറിയപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഈസി ആയിട്ട് പറഞ്ഞൂടെ. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3, 5, 8 ക്ലാസ്സിൽ നിർബന്ധിതമായിട്ട് എന്ത് നടത്താൻ പോവുകയാണ്? പരീക്ഷ നടത്താൻ വേണ്ടി പോവുക. അതായത് ചുമ്മാ അക്ഷരം പഠിക്കാതെ കുട്ടികൾ ആരും എന്ത് ചെയ്യേണ്ട? 10ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യേണ്ട? എത്തണ്ട. 5+3+3+4 എന്ന രീതിയിലാണ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? 10+2+3 10ാം ക്ലാസ്, പിന്നെ 2 വർഷത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? +1 +2, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ? ഡിഗ്രി. ആ രീതി മാറ്റിയിട്ട് 5+3+3+4 എന്ന രീതിയിലേക്ക് മാറ്റാൻ പോവുക. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതെന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്ത UGC ഇനി മുതലില്ല. അതിന് പകരം എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പം UGCക്ക് പകരം വരുന്നത് ഏതാണ്? എഡ്യൂക്കേഷൻ കമ്മിറ്റിയാണ്. അതേപോലെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് ഇനിയില്ല. എന്താ ഉള്ളത്? 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ ആണുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 4 ഇയർ ആക്കി മാറ്റുമ്പോൾ എന്തെങ്കിലും നേന്മയുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം ടീച്ചേഴ്സ്? നമുക്ക് പറയാം. എങ്ങനെ പറയാം? മൾട്ടിപ്പിൾ എക്സിറ്റ് ആൻഡ് എൻട്രി ഉള്ളതാണ് അല്ലേ. അതായത് 1 വർഷം പഠിച്ചാൽ മതിയെങ്കിൽ 1 വർഷത്തെ മതി, നമുക്ക് എന്ത് കിട്ടിക്കോളും? തൊഴിൽപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് 2 വർഷമാണ് പഠിക്കാൻ താല്പര്യമെന്നെങ്കിലോ അങ്ങനെ എക്സിറ്റ് അടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം പഠിച്ചതിന് ശേഷം പിന്നെ 3ാമത്തെ വർഷം വേണമെങ്കിൽ വീണ്ടും എൻട്രി ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടും. 4 വർഷമാണെങ്കിൽ ഗവേഷണ സർട്ടിഫിക്കറ്റ്. അപ്പൊ അങ്ങനെ ആ രീതിയിലേക്ക് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കയറി എക്സിറ്റ് ചെയ്യുകയും നമുക്ക് എപ്പോഴാണോ നമുക്ക് പഠിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ രീതിയിലേക്ക് പഠനം കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ടീച്ചേഴ്സിൻ്റെയിലും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷോർട്ട് ലിസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ആകെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് 14 വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക? സ്കോർ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ജോലിയിലേക്ക് കയറാനുള്ള മാർഗവും എളുപ്പമാകും. താങ്ക് യു ടീച്ചേഴ്സ്.